അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്ഷണിച്ചോ എന്ന ചോദ്യത്തിനായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. വിവാദങ്ങളുടെ ഒന്നും ഭാഗമല്ല നമ്മൾ. എവിടെ ഒരു കാരണവശാലും ഇല്ല. എന്താ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയണമായിരുന്നു. എന്താ ഇത്രയും കാലം പറഞ്ഞില്ല? അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. സാറിനെ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് ക്ഷണിച്ചിട്ടുണ്ടോ? ക്ഷണിച്ചിട്ടുണ്ടോ സാർ? ഷൈജു ചേരുന്നു. ഷൈജു, നേരിട്ട് ക്ഷണിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ NSS, SNDP, മറ്റൊന്ന് സുരേഷ് ഗോപി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഇല്ലെന്നാണോ സുരേഷ് ഗോപി പറയുന്നത്? നേരിട്ട് ക്ഷണിക്കാത്തതാണോ നിലപാടാണോ സുരേഷ് ഗോപിയുടെ പ്രശ്നം? നേരിട്ട് ക്ഷണിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരിട്ട് സുരേഷ് ഗോപി ക്ഷണിച്ചു, കഴിഞ്ഞ ദിവസം ക്ഷണിച്ചിരുന്നു എന്നാണ് ആലപ്പുഴയിലെത്തിയപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്ര നാളും മറച്ചുവെച്ചു, അത് പറയാൻ മടിക്കുന്നു എന്നതാണ് സുരേഷ് ഗോപി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം തന്നെ ക്ഷണിക്കാൻ എത്തിയപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കില്ല, വിവാദങ്ങളുടെ ഒന്നും ഭാഗമല്ല താൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഒരു കാരണവശാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന്. എന്തുകൊണ്ട് ക്ഷണിച്ചില്ല, ക്ഷണിക്കാൻ വൈകി എന്ന സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് അദ്ദേഹം ഇത്രകാലം അത് പറഞ്ഞില്ല എന്ന കാര്യം അദ്ദേഹമാണ് പറയേണ്ടത്. എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് താൻ പറഞ്ഞിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ശരി ഷൈജു.